അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ലാവ വന്ന് പൊട്ടിത്തെറിച്ച ആ മലയിലോട്ടാണ്. അതിൻ്റെ ടോപ്പിലോട്ടുള്ള വ്യൂവേഴ്സും അതിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിച്ച കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണേ. അപ്പം അതിൻ്റെ എപ്പിസോഡ് ഇത് നമുക്ക് കാണാം. നമ്മൾ മുന്നേ അത് പൊട്ടിത്തെറിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ പോയി കണ്ട അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ എപ്പിസോഡായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അത് നമ്മളിതിൻ്റെ താഴെയുള്ള സിറ്റിയിലാണ് നമ്മൾ പോയിരുന്നത്. ഇന്ന് നമ്മൾ പോണത് ഈ മലയുടെ ടോപ്പിലോട്ടാണ്. അതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് ട്രെയിനിൽ പോവാണ്. സൈക്കിൾ ഇവിടെ കൊണ്ട് ഇറക്കി. ഇനി ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്ററോളം മൗണ്ടൈൻ നമ്മൾക്ക് ഹൈ റേഞ്ച് കയറണം. അങ്ങനെ നമ്മൾ ലാവേരെ ടോപ്പിലോട്ട് എത്തും. ബീച്ച് സൈഡാണ് ഇപ്പുറത്ത് ഫുള്ള്. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് യാത്രയിൽ കാണാം. അങ്ങനെ മലയുടെ അടിവാരം നമ്മൾ എത്തി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ നമുക്ക് നല്ല കൂത്തലുള്ള കയറ്റാണ്. വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. കാലാവസ്ഥ മാറി തുടങ്ങി, നല്ല ചൂടായി തുടങ്ങി. ജാക്കറ്റൊക്കെ കൂടി സൈക്കിൾ വെച്ച് കെട്ടി. ഇനി നമുക്കൊരു 11 കിലോമീറ്ററോട് കയറി കഴിഞ്ഞാൽ ലാവയുടെ ഉള്ളിലോട്ട്. ഒരുപാട് പേര് മരിച്ച, ഒരുപാട് ജീവനെടുത്ത ലാവയിലോട്ട് ഏത് നിമിഷം വേണേൽ ആക്റ്റീവ് ആവുമെന്നാണ് ഗൂഗിൾ പറയണത്. അങ്ങോട്ടേക്ക് യാത്ര പകുതി എത്തി നിൽക്കുന്നു. പകുതി മുക്കാലും കയറി കഴിഞ്ഞു. ഇനി ഒരു 4.5 കിലോമീറ്റർ മാത്രം മല കയറി കഴിഞ്ഞാൽ ലാവയുടെ ഉള്ളിലോട്ട് നമ്മൾ എത്താണ്. ഒരുപാട് പേരെ ജീവനെടുത്ത ലാവയിലോട്ട് അതിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് നിസ്സാര കിലോമീറ്റർ മാത്രം. ഡീറ്റെയിൽസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം മലയുടെ ടോപ്പിലോട്ട് കയറണമെങ്കിൽ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാണുന്നത് താഴെ ആ കടലിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ മീൻ പിടിക്കാറൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ കയറി പകുതി മുക്കാലും കവർ ചെയ്തു. ഇനി ഒരു 3 കിലോമീറ്റർ എത്തി കഴിഞ്ഞാൽ ടോപ്പിലോട്ടെത്തി. വലിയ മരങ്ങളൊന്നും ഇവിടെ ഇല്ല, കുഞ്ഞു കുഞ്ഞു മരങ്ങൾ മാത്രമേ. അവിടുത്തെ മണ്ണിന് തന്നെ കരിക്കട്ട കളറാണ്. ഈ ലാവ പൊട്ടിത്തെറിച്ചതിൻ്റെ പണ്ടത്തെ അവശിഷ്ടങ്ങളും 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ലാസ്റ്റ് പൊട്ടിയിരിക്കുന്നത്. നമുക്കറിയായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നല്ല പോർക്ക് റോസ്റ്റ് ചെയ്തതും കുറച്ച് ചോറും കൊണ്ട് കയറി പോകുന്നതാണ്. പകുതി മുക്കാലും നമ്മൾ കവർ ചെയ്തു. വേസ്റ്റിട്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് യാത്ര വീണ്ടും തുടങ്ങാൻ വെച്ചിട്ടാണ്. ഉള്ള എനർജി മൊത്തം തീർന്നു. അപ്പോൾ ഈ പോർക്ക് എടുത്ത് ചെല്ലുമ്പോൾ മലയുടെ ടോപ്പ് എത്താനുള്ള പവർ വീണ്ടും വരും. അപ്പോൾ നല്ല പോർക്കൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാണ്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ മരങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ പൊട്ടാവുന്നതുകൊണ്ട് കുറേ കത്തിക്കരിഞ്ഞ് പോകണോണ്ട് ശ്രമം വരെ പകുതിയൊക്കെ വെച്ച് നിലച്ചു പോകും. മലയിൽ നിന്ന് പൊട്ടി വന്ന കേട്ടോ. പൊട്ടി തെറിച്ച് വന്ന പീസുകളാണ് ഇവിടെയൊക്കെ കിടക്കണേ. 100 വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിപ്പോകുന്ന ലാവയുടെ പാറ കഷ്ണങ്ങൾ നമുക്ക് ചുറ്റും. ആൾക്കാർ വളരെ കുറവാണ്. വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആൾക്കാർ കുറച്ച് വരുന്നുള്ളൂ. അതിനുള്ള ഡെവലപ്മെൻറ്റ് അവർ ചെയ്തുള്ളൂ. പെട്ടെന്ന് വരാനായിട്ട് വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർ ഇവിടെ. ഇപ്പോൾ താഴെ പോലീസ് ജീപ്പുകളും കുറച്ച് കൺട്രോളിങ് സർവീസൊക്കെ ഉണ്ട്. ഏത് നിമിഷം വേണേൽ ആക്റ്റീവ് ആവാമെന്നാണ് ഗൂഗിളിൽ പറയണത്. നമ്മളിപ്പോൾ പകുതി മുക്കാൽ കയറില്ലേ, കാണുന്നതിൻ്റെ തൊട്ട് താഴെത്തി ലാവേര മണ്ണുകൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഇതിലെത്തിക്കാണ്. കെട്ടിതോ ഇവിടെ ഒരു പൈൻമരം കിട്ടി. അതിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം. ഒരു രക്ഷയില്ല, നല്ല ക്ഷീണം. ഇനി ഒരു 3 കിലോമീറ്റർ ഓടിയും നല്ല ഹൈ റേഞ്ച് ഉണ്ട്. താഴെ കാണുന്നത് നമ്മുടെ താമസിക്കുന്ന സിറ്റി ആട്ടോ. ആ അങ്ങ് ദൂരെ കാണുന്നിടത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. ഈ മല നമ്മൾ കയറുന്നത് ഇതിൻ്റെ ടോപ്പിലോട്ടാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് 2 മലയായിട്ട് പോയതിൻ്റെ മറ്റൊരു ഭാഗമാണ് അപ്പുറ സൈഡിൽ കാണുന്നത്. ഒറ്റൊരു മലയായിരുന്നു അത്. അതിൻ്റെ താഴോട്ട് ആ വഴിക്ക് നടന്ന് വേറൊരു സിറ്റിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. സാർണോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട്. ഈ വലിയൊരു മല 2-3 മലയായിട്ട് തിരിഞ്ഞിങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരുപാട് പേരെ ജീവനെടുത്ത് അതിൻ്റെ പാറകളും അതിൻ്റെ തരികളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ SOS ബട്ടണുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് ആക്റ്റീവ് ആവുകയാണെങ്കിൽ SOS ബട്ടണും അതുപോലെ നമ്മുടെ ടെലിഫോണിൽ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ
അവന്മാർ വന്ന് നമ്മൾ രക്ഷിക്കും. താഴെ വണ്ടിയും കാര്യങ്ങളും അതിന് പറ്റിയ സജ്ജീകരണങ്ങളൊക്കെ താഴെയുണ്ട്. ഈ റോഡ് വഴി അവർ കയറി വരുന്നതാണ് അവർ പറയണേ. ഈ വഴി അതിൻ്റെ താഴോട്ട് മറ്റൊരു സിറ്റിയിലോട്ട് പോകാൻ പറ്റിയതാണ്. ഈ വഴിയിലോട്ട് ഈ പറഞ്ഞ എമർജൻസി ബട്ടണുകൾ ഞെക്കി കഴിഞ്ഞാൽ അവർ ട്രക്കിങ്ങിന് പറ്റിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെത്തും. ഇതാണ് ആ പൊട്ടിത്തെറിച്ച ടോപ്പ് ഭാഗം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുകയാണ്. താഴെ കാണുന്ന നമ്മുടെ സിറ്റി 2 മലകൾ, ഒറ്റ മല 2ആയി പിളർന്ന് പൊട്ടിത്തെറിച്ച് പോയതിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പാറ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്ന് പൊട്ടിത്തെറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് അതൊക്കെ. താഴോട്ട് കിലോമീറ്ററോളം തെറിച്ചത് ആ കാണുന്ന സിറ്റി ഫുള്ള് കരിഞ്ഞു പോയൊരു സ്ഥലം. നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ കാണുന്നുണ്ട് അതിൻ്റെ ഡെഡ് ബോഡികളൊക്കെ ഉള്ള വീഡിയോസുകളൊക്കെ എപ്പിസോഡിലുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇനി. സമയം 5 മണിയായി തുടങ്ങി. ഇനി നമുക്ക് ഈ വന്ന കയറ്റങ്ങൾ ഫുള്ള് സിമ്പിളായിട്ട് ഇറങ്ങാൻ വേണ്ടു, എന്നാലും താഴോട്ട് എത്തണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി നേരെ നമ്മുടെ അങ്ങുള്ള സിറ്റിയിലോട്ട് പോകണം. ഇവിടെ നമുക്ക് ട്രെയിൻ കിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ നമ്മളിതേ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ കൂടെ ഇവനും ഉണ്ടായിരുന്നു, നമ്മുടെ റൂംമേറ്റാണ്. അപ്പോൾ ഇവനും കൂടിയാണ് ഞങ്ങൾ 2 സൈക്കിളായിട്ട് നേരെ ടോപ്പിലെത്തിയത്. ബായ്. നല്ല ഡീപ്പ് ഇറക്കാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്.